ഹലോ ഫ്രണ്ട്സ്, ഇന്ന് വന്നിട്ട് അതിഗംഭീരമായ ഒരു അപ്ഡേറ്റ് നമ്മുടെ ലക്കി ഭാസ്കറുമായി ബന്ധപ്പെട്ട് നമ്മുടെ സ്വന്തം ഡിക്കു 100 കോടി അടിച്ചൊരു സിനിമ, അതും തെലുങ്കിൽ ചെന്ന് വെങ്കി വെട്ലൂരിയുടെ ഡയറക്ഷനിൽ വന്നൊരു സിനിമയായിരുന്നു. അത് ഗംഭീരമായൊരു സിനിമയായിരുന്നു ലക്കി ഭാസ്കർ. കാരണം നമ്മൾ ഒരുപാട് മോട്ടിവേറ്റ് ചെയ്തിട്ടുള്ള സിനിമയാണ്. മോട്ടിവേഷനുപരി അദ്ദേഹത്തിൻ്റെ അഭിനയം എല്ലാം കൊണ്ടും ആ സിനിമ കൊണ്ട് അടിച്ചു കയറി നിന്നു. ശരിക്കും എന്താ പറയുക, അത്രയും മനോഹരമായൊരു സിനിമ, അടിയില്ല ഇടിയില്ല കുത്തില്ല എന്നൊക്കെ ഇത്രയും നല്ലൊരു എൻ്റർടൈൻമെൻറ്റ് ഉണ്ടാക്കാൻ പറ്റും തെലുങ്ക് സിനിമയിൽ ഒന്ന് വീണ്ടും പ്രൂവ് ചെയ്തൊരു സിനിമയും കൂടിയായിരുന്നു നമ്മുടെ സ്വന്തം ലക്കി ഭാസ്കർ. ലക്കി ഭാസ്കറിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ശരിക്കും അതൊരു അടിപൊളി അടാറ് സിനിമയായിരുന്നു. കാരണം എല്ലാ ഭാഷയിലും ഡബ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൻ്റെ ഒരു ഹൈലൈറ്റ് എന്ന് പറഞ്ഞാൽ അത്രമാത്രം ഒരു റെലവൻ്റ് ആയിട്ടുള്ളൊരു ടോപ്പിക്കായിരുന്നു. എങ്ങനെ നമ്മളൊരു ജീവിതത്തോട് പൊരുതി ജയിക്കാം എന്നതിനെക്കുറിച്ചുള്ളൊരു വലിയൊരു സൂചന, ഇല്ലെങ്കിൽ വലിയൊരു നമുക്കൊരു മോട്ടിവേഷൻ തരുന്നൊരു സിനിമയും കൂടി ആയിരുന്നു. എനിക്ക് പേഴ്സണലി ഭയങ്കര ഇഷ്ടമായിരുന്നു. കാരണം ആ സിനിമ ഒരു തിയേറ്ററിൽ പോയിട്ട് വനിതാ വിനിതയെ കണ്ട് എറണാകുളത്തിൽ അതിലൊരു പ്രാവശ്യം കണ്ടു. പിന്നെ അതിനുശേഷം സിനിമ OTT വന്നപ്പോൾ ഒരു 6-7 വർഷം ചെയ്ത് കണ്ടു. എനിക്ക് ഭയങ്കരമായിട്ട് കുറച്ച് പേഴ്സണലി എനിക്ക് ഇഷ്ടപ്പെട്ട ഒരു സിനിമയും കൂടി ആയിരുന്നു. കാരണം അത്രമാത്രം നമ്മൾ മോട്ടിവേറ്റ് ചെയ്യും. നമ്മൾ എവിടെയൊക്കെ ഡൗൺ ആവുന്നോ അവിടെയൊക്കെ നമ്മൾ ഡൗണായി കഴിഞ്ഞാൽ ഈ സിനിമ കാണാം. എൻ്റെ ഏറ്റവും വലിയ മോട്ടിവേറ്റ് സിനിമ KGF 2ഉം 1 ഒക്കെയാണ്. അത് ഇരുന്നിരുന്ന് കാണും. നമ്മൾ ആരാണെന്ന് തിരിച്ചറിഞ്ഞ് ജീവിതത്തോടെ പൊരുതുക എന്ന് പറയില്ലേ, അതിനോട് എനിക്ക് ഭയങ്കരമായിട്ട് അത്തരം സിനിമകൾ കാണുമ്പോൾ കുറച്ചുകൂടി ആവേശം കിട്ടും. അതുകൊണ്ട് ഞാൻ അങ്ങനെ സിനിമകൾ അത് ആ ഒരു കൂട്ടത്തിലേക്കാണ് ലക്കി ഭാസ്കറിനോട് വന്ന്. അപ്പോൾ എന്തായാലും ഇതിന് കിട്ടിയിരിക്കുന്ന ഒരു ക്രിട്ടിക്സ് അവാർഡാണ്. അതിലേറ്റവും ബെസ്റ്റ് ക്രിട്ടിക്സ് മൂവി ആയിട്ട് നമുക്ക് കിട്ടിയിരിക്കുന്നത്. എന്തായാലും ഈ ഒരു ഫിലിം ഫെയർ അവാർഡ് 70ാമത്തെ എഡിഷനിൽ വീണ്ടും നമ്മുടെ സ്വന്തം ദുൽഖർ സൽമാൻ അല്ലേ, ലക്കി ഭാസ്കർ ഒരു ബെസ്റ്റ് ഒരു ഫിലിമായി മാറുമെന്ന് പറയുമ്പോൾ അതൊരു വലിയൊരു നേട്ടം തന്നെയാണ്. അതും അഭിനയം കൊണ്ട് മാത്രം ആ സിനിമ പിടിച്ചു നിർത്തിയെന്ന് പറയുമ്പോൾ അതിൽ പറയാനില്ല. കാരണം ഈ ഇടയ്ക്ക് വന്ന കാന്ത പോലും ആ സിനിമ എൻ്റർടൈൻ പറഞ്ഞാൽ നമുക്ക് ഒരു അഭിനയത്തിലൂടെ മാത്രമേ എൻ്റർടൈൻമെൻറ്റ് കാണാൻ പറ്റുള്ളൂ. അത്രമാത്രം വലിയ രസമുള്ള പടമായിരുന്നു. അതിലൊരു ത്രില്ലിംഗ് കൂടി എലമെൻറ്റ് കൂടി ഇട്ടിട്ട് നല്ല രസമായിരുന്നു കാരണം. അപ്പോൾ അതുപോലെ തന്നെയാണ് ഇതിലും നല്ലൊരു കിടക്കാച്ചി ഒരു മൂവി ആയിരുന്നു. എന്തായാലും ആ ഒരു മൂവി വീണ്ടും അതിനെക്കുറിച്ച് ചർച്ചകൾ ചെയ്യപ്പെടുന്നു. കാരണം അതിൻ്റെ ഓളമെല്ലാം കഴിഞ്ഞ് കുറേ വർഷം, ഇപ്പോൾ 1 വർഷങ്ങൾ മിനിമം ആയിരുന്നു ലക്കി ഭാസ്കറിൻ്റെ ഓളമെല്ലാം കഴിഞ്ഞിട്ട്. എന്നിരുന്നാലും OTTയിലൊക്കെ ഇദ്ദേഹം തന്നെയാണ് ഒന്നാമൻ. ലക്കി ഭാസ്കറിന് കുറേ കാലം എന്ന് വെച്ചാൽ 2-3 വീക്കൊക്കെ ആദ്യമായ ഒരു സിനിമ ട്രെൻഡിങ്ങിൽ 1ാം സ്ഥാനമാകും. പിന്നെ ഏറ്റവും കൂടുതൽ ഷോകൾ ഓടുന്ന ഒരു സ്ട്രീം ചെയ്തിട്ടുള്ള സിനിമയായിട്ട് മാറി. അങ്ങനെ അദ്ദേഹത്തിന് സ്ക്രീനിലും വലിയ ബിഗ് സ്ക്രീനിലും സ്മോൾ സ്ക്രീനിലും എല്ലാം അദ്ദേഹത്തിന് ഒന്നാമനായി വന്നൊരു വാർത്തയൊക്കെ നമ്മൾ ഇതിനു മുമ്പ് ഞാൻ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അത് ഗംഭീരമാണ്. കാരണം ഇതിൽ സിനിമയെക്കുറിച്ച് നമുക്ക് ആലോചിക്കുമ്പോൾ, ഈ ഒരു സിനിമയെക്കുറിച്ച് ആലോചിക്കുമ്പോൾ ദുൽഖർ എന്ന പേരിന് അല്ലാതെ ഈ സിനിമയിൽ വേറെ ആരും ഇട്ടിട്ടുണ്ടെങ്കിൽ അതിൽ കുറച്ച് മാറ്റമൊക്കെ വരും. അറ്റ്ലീസ്റ്റ് ഇപ്പോൾ വേറൊരു മെയിനായിട്ടുള്ള ആളെയാണ് കാസ്റ്റ് ചെയ്യുമെങ്കിൽ അവിടെ ഒരു അടി വേണം, അല്ലെങ്കിൽ ഒരു കുത്ത് സോങ് വേണം, ഇതൊക്കെ വേണം. പക്ഷേ അതൊന്നും നമ്മുടെ ദുൽഖറിന് ആവശ്യമില്ല. ദുൽഖർ എന്ന് പറഞ്ഞ ആ വ്യക്തി ആ സിനിമ എങ്ങനെയാണോ നമ്മളോട് പറയുന്ന ആ രീതിയിലേക്ക് തന്നെ മാക്സിമം അത് എടുക്കാൻ ശ്രമിപ്പിക്കും. കാരണം അദ്ദേഹത്തിന് വേണ്ട സിനിമയാണ്. സിനിമേൻ്റെ അച്ഛൻ്റെ മകനാണല്ലോ അദ്ദേഹം. സിനിമയുടെ ഒരു പൾസ് അറിയുന്നതുകൊണ്ടും കൂടി അപ്പോൾ അദ്ദേഹത്തിന് എവിടെയാണ് എൻ്റർടൈൻമെൻറ്റ് ഫാക്ടർ ഉള്ളതെന്നും കൂടെ തിരിച്ചറിയാൻ പറ്റും. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ഈ സിനിമയ്ക്ക് ഇത്രമാത്രം ഒരു പ്രസൻസ്. കാരണം ആ ഒരു ദുൽഖർ എന്ന വ്യക്തിയുടെ ആടി തിമിർത്ത ഒരു കിടുക്കാച്ചി മൂവിയും കൂടി ആയിരുന്നു ലക്കി ഭാസ്കർ. അതിനെയാണ് ഇപ്പോൾ ക്രിട്ടിക്സ് അവാർഡ് ബെസ്റ്റ് ഫിലിമായിട്ട് നമ്മുടെ 70ാമത്തെ എഡിഷനായിട്ടുള്ള ഫിലിം ഫെയറിൽ കിട്ടിയിരിക്കുന്നു. എന്തായാലും എല്ലാവിധ ഓൾ ദി ബെസ്റ്റും പറയാൻ ഈ ഒരു ടീം ആൻഡ് ക്രൂവിന് എല്ലാത്തിനും. കാരണം ഈ ഒരു സിനിമ ഇങ്ങനെ ഒരു അതിഗംഭീരമായൊരു സിനിമ ഉണ്ടാക്കാൻ അദ്ദേഹത്തിൻ്റെ വെങ്കി വെട്ലൂരിക്ക് കഴിച്ചതിനെ ഞാൻ വളരെയധികം പ്രശംസിക്കുകയാണ്. കാരണം അദ്ദേഹത്തിൻ്റെ ഒരു കാഴ്ചപ്പാട് എന്താണോ ആ കാഴ്ചപ്പാട് വളരെ മനോഹരമായി അത് സെറ്റിട്ടിട്ടാണെങ്കിലും അദ്ദേഹം കാണിച്ചു. അതിലേക്ക് നമ്മുടെ ഡിക്കു വന്നതോടുകൂടി സിനിമയുടെ റേഞ്ചും എല്ലാം മാറി. എന്തായാലും ഡിക്കുവിൻ്റെ ഒരു അതിർവരമ്പുകൾ കടന്നുള്ള വിജയങ്ങൾ ഇതുപോലെ വരുമ്പോൾ അത് വീണ്ടും മറ്റു ഭാഷകളിൽ അദ്ദേഹത്തിന് കിട്ടുന്ന പോപ്പുലാരിറ്റി വളരെ വലുതാണ്. എന്തായാലും നമ്മുടെ ഈ ചെക്കൻ അങ്ങനെയൊക്കെ പോയി എല്ലാവരെയും അങ്ങ് എന്താ പറയുക വളർന്ന് പന്തലിച്ച് വലിയൊരു ബിഗ് സ്റ്റാർ ആയി. ഇനിയും അദ്ദേഹം കുറച്ചുകൂടി മറ്റു സ്റ്റാർസിനെയൊക്കെ കടത്തി വെട്ടി അല്ലേ, ഒരു ഇന്ത്യൻ പറയുമ്പോൾ ദുൽഖർ എന്ന ലെവലിലേക്ക് മാറാനുള്ള അധികം സമയമൊന്നും ഇല്ലെന്ന് ഞാൻ വിശ്വസിക്കുന്നു. കാരണം അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി, അദ്ദേഹത്തിൻ്റെ ഒരു സ്ക്രീൻ പ്രസൻസ് ഒക്കെ നല്ലോണം അച്ഛനെ പോലെ തന്നെ കിട്ടിയിട്ടുണ്ട്. കാരണം അതുകൊണ്ട് തന്നെ അപ്പോൾ സപ്പോസ് ഒരു എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമ്മുടെ ഇപ്പോൾ ഈ അടുത്ത കാലത്ത് വന്നിട്ടുള്ള രജനീകാന്തും മറ്റേ കമലഹാസനോട് വന്നൊരു സ്ക്രീൻ പ്രസൻസ് നിൽക്കില്ല, ആ രജനിയാണ് സ്ക്രീൻ പ്രസൻസിൽ ഏറ്റവും കൂടുതൽ തൂക്കിയത്. പക്ഷേ രജനിക്ക് ഒരാളും അത് താഴെ നിൽക്കണം വന്നിട്ടുള്ളൂ. അതളവതിൽ നമ്മുടെ സ്വന്തം മമ്മൂട്ടിന് മുന്നിൽ മാത്രമാണ് അദ്ദേഹത്തിൻ്റെ സ്ക്രീൻ പ്രസൻസ് ഒരു എന്താ പറയുക മമ്മൂട്ടിയോളം ചെറുതായി പോയത് അവിടെ മാത്രമേ ഉള്ളൂ.
അപ്പോൾ അതുപോലെ തന്നെ ദുൽഖർ ഉള്ളവിടെയാണ് ദുൽഖറിന് അത്രമാത്രം സ്ക്രീൻ പ്രസൻസിന് നല്ല ഒരു അദ്ദേഹത്തിന് കിട്ടാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ പോപ്പുലാരിറ്റി ഇതുപോലെ വർദ്ധിക്കും. ഇനിയും വരാനുള്ള സിനിമകളൊക്കെ അദ്ദേഹത്തിന് ഇതുപോലെ തന്നെ കിടക്കാച്ചി പെർഫോമൻസും എല്ലാവിധ അവാർഡുകളും കിട്ടി അദ്ദേഹം വലിയൊരു സ്റ്റാർ ഇനിയും വലിയ വലിയ സ്റ്റാറുകളായി മാറട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു, ആശംസിക്കുന്നു. എന്തായാലും ദുൽഖറിൻ്റെ ഈ ഒരു വിജയം അല്ലെങ്കിൽ ദുൽഖറിൻ്റെ ഈ സിനിമ കിട്ടുന്ന ഈ ഒരു വീണ്ടും ഒരു പോപ്പുലാരിറ്റി വരുന്നത് ദുൽഖറിൻ്റെ ആ സിനിമയോടും ഉള്ള ഒരു നമുക്ക് വീണ്ടും ഇഷ്ടപ്പെടാനും ഇനിയിപ്പോൾ അദ്ദേഹത്തിനുള്ള പോപ്പുലാരിറ്റി ഇവിടെ മാത്രമല്ല അങ്ങ് ഫിലിം ഫെയറിൽ കിട്ടിയ സ്ഥിതിക്ക് ഇനിയിപ്പോൾ ഓൾറെഡി അദ്ദേഹം നോർത്ത് ഇന്ത്യയിലൊക്കെ വലിയ പോപ്പുലാരിറ്റി ഉള്ള വ്യക്തിയാണ്. എന്നാലും അതിനൊരു കുറച്ചുകൂടി ഭംഗിയും അതിനൊരു കുറച്ചുകൂടി എന്താ പറയുക വീര്യം കൂടി കൂടുമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ ഗൈസ്, എന്തായാലും ഇനി ഒരു പുതിയൊരു വീഡിയോയുമായി വരുന്നതായിരിക്കും. നിങ്ങളോട് ഞാൻ ബൈ പറയുകയാണ്. എന്തായാലും നല്ലൊരു വീഡിയോ ആയിട്ട് അടുത്ത് വരുന്നതായിരിക്കും. എല്ലാവർക്കും പുതിയ സിനിമകളും പുതിയ അപ്ഡേറ്റുകൾ കാണാനായിട്ട് ഈ ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാവുന്നതാണ്. അധികം മോശപ്പെട്ട ഒരു കാര്യം ഇതിൽ പറയാറില്ല. ആരെയും താഴ്ത്തിക്കൊണ്ടോ ആരെയും പൊക്കി പറഞ്ഞാലും ആരെയും മോശമായ രീതിയിൽ പറയാറില്ല. കാരണം എല്ലാവർക്കും അവരുടെ ജോലിയിൽ അവരെടുക്കുന്ന ആത്മാർത്ഥതയുണ്ട് ഞാൻ വിശ്വസിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ആര് തെറ്റിയതിലും അവരെ ക്രൂസിഫിക്കേഷൻ ചെയ്യാനൊക്കെ ആളുകൾ വേറെയുണ്ട്. എന്തായാലും പോസിറ്റീവ് കാര്യങ്ങൾ മാത്രമാണ് ശ്രദ്ധിക്കുന്നത്. എല്ലാവരും എല്ലാ കാര്യങ്ങളിലും വിജയിച്ച് വരട്ടെ എന്ന് ഞാൻ ആഗ്രഹിക്കുന്നു. എവിടെയെങ്കിലും ആരെങ്കിലും ഞാൻ മോശപ്പെട്ടിട്ട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതെൻ്റെ ഒരു തെറ്റുപറ്റിയതായിരിക്കും എന്ന് വിശ്വസിക്കുന്നു. എന്തായാലും നല്ല വീഡിയോകൾ ഞാൻ ചെയ്യുന്നതായിരിക്കും. ഓക്കെ ഗൈസ്, ബൈ, സീ യു.